നമസ്കാരം. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വളരെ ഹെവി ആയിട്ടുള്ള ട്രാഫിക്കുകളുണ്ട്. അതായത് ബമ്പർ ടു ബമ്പർ ട്രാഫിക്ക്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ലോങ് ഒക്കെ പോകുമ്പോഴത്തേക്കും, ലോങ് ആണെന്നുണ്ടെങ്കിലും വളരെ അടുത്താണെന്നുണ്ടെങ്കിലും, നമ്മൾ ഈ ക്ലച്ച് ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മുടെ ലെഫ്റ്റ് ലെഗിന് നല്ല രീതിക്ക് പെയിൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അൾട്ടിമേറ്റ്ലി ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് സ്വന്തം ആരോഗ്യത്തിലും സ്വന്തം മനസമാധാനത്തിലുമാണ്. ഈ രണ്ട് കാര്യം ഒരാൾക്കില്ലെന്നുണ്ടെങ്കിൽ അയാൾ ഒരു തരത്തിൽ സമ്പന്നനല്ല. അതായത് അയാൾക്ക് എന്തുണ്ടെങ്കിലും അയാൾക്ക് പ്രാക്ടിക്കലായിട്ട് ഒന്നും അനുഭവിക്കാനുള്ളൊരു കഴിവുണ്ടാവില്ല. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചത് ഓട്ടോമാറ്റിക് കാറുകളാണ് കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിലും അതുമാത്രമല്ല ലോങ് പോകുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ശാരീരിക അസ്വസ്ഥത, അതായത് ഇടത്തെ കാല് ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളെ ഒഴിവാക്കാനും കൺവീനിയൻസിനൊക്കെ വേണ്ടിയിട്ടാണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഓട്ടോമാറ്റിക് കാറ് വാങ്ങുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എൻ്റെ ചെറിയ അറിവിൽ നിന്നാണ് പറയുന്നത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ എല്ലാവർക്കും എൻജിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ഒരു വാഹനം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ അത് പല വിലയിൽ അവൈലബിൾ ആയിരിക്കും. ഏറ്റവും അഫോർഡബിൾ ആയിട്ട് കിട്ടുന്ന ഓട്ടോമാറ്റിക് കാറുകൾ എന്ന് പറയുന്നത് AMT ട്രാൻസ്മിഷനാണ്. AMT ഉപയോഗിക്കുന്ന ആളുകളോടാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. AMT എന്ന് പറയുന്നത് ഒരു തരത്തിൽ അനുഗ്രഹമാണ്. അതായത് സാധാരണ ഇതിൽ ഓട്ടോമാറ്റിക് കാറിന് നോർമൽ മാനുവൽ കാറിനേക്കാൾ ഒരുപാട് വില കൂടുന്ന ഒരു സന്ദർഭം ഉണ്ടാണ്. അത് ഈ ടോർക്ക് കൺവേർട്ടഡ് ഓട്ടോമാറ്റിക്, അതുമാത്രമല്ല CVT, DCA, DCT ഇങ്ങനെയുള്ള ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ചൂസ് ചെയ്യുമ്പോഴത്തേക്കും നോർമൽ കാറിനേക്കാൾ വില കൂടും. അപ്പോൾ സാധാരണക്കാർക്ക് അഫോർഡബിളായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വാഹനങ്ങളാണ് AGS, ഓട്ടോ ഗിയർ ഷിഫ്റ്റ്. അത് മാരുതി വിളിക്കുന്നതാണ്. അതിനെ നമുക്ക് AMT എന്ന് പറയാം, ഓട്ടോമാറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഓട്ടോമാറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ AMT കാറുകൾക്ക് മാനുവൽ ട്രാൻസ്മിഷനേക്കാൾ കൂടുതൽ മൈലേജ് ലഭിക്കും എന്നുള്ളതാണ്. അത് കൺവീനിയൻ്റ് ആണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മാനുവൽ ഗിയർ ബോക്സിനെ ഒരു പ്രത്യേക ടെക്നിക്ക്, ഞാൻ അതിൻ്റെ ടെക്നിക്കൽ സൈഡിലേക്ക് പോകുന്നില്ല, ഓട്ടോമാറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നൊരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ട്, ഒരു ഡിവൈസ് ഉപയോഗിച്ചിട്ട് അതിനെ ഓട്ടോമാറ്റിക് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം നോർമൽ ഒരു ടോർക്ക് കൺവേർട്ടഡ് ഓട്ടോമാറ്റിക് കാർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലെന്തുണ്ടായിരിക്കും? പാർക്ക്, ഡ്രൈവ്, ന്യൂട്രൽ, റിവേഴ്സ്, പിന്നെ ഒരു ലോ എന്ന് പറഞ്ഞാൽ അതായത് ഒരു ലോ ഗിയർ, ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ടുണ്ടായിരിക്കും. അറ്റ് ദ സെയിം ടൈം നിങ്ങളൊരു AMT കാർ എടുത്ത് നോക്കുകയാണ്, അതിനകത്ത് എന്തുണ്ടായിരിക്കും? ഒരു ഡ്രൈവ് ഉണ്ടായിരിക്കും, ഒരു ന്യൂട്രൽ ഉണ്ടായിരിക്കും, പിന്നെ ഒരു റിവേഴ്സ് ഉണ്ടായിരിക്കും, പിന്നെ ഒരു പ്ലസ് മൈനസ് മോഡ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ഓട്ടോമാറ്റിക് കാറിനകത്ത് AMT കാറുകൾ ഉപയോഗിക്കുമ്പോൾ ഇതെങ്ങനെ പാർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. പാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ AMT കാറുകൾ എന്ന് പറയുന്നത് മര്യാദയ്ക്ക് പാർക്ക് ചെയ്തില്ലെങ്കിൽ, മര്യാദയ്ക്കെന്ന് പറഞ്ഞാൽ ശരിയായ രീതിയിൽ പാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഉരുണ്ടുപോകും. വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഉരുണ്ടുപോകും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഈ ഓട്ടോമാറ്റിക് കാറ് AMT കാറ് ഒരു നിരപ്പായ സ്ഥലത്ത് പാർക്ക് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ പോർച്ച് അത് നല്ല നിരപ്പാണ്. അവിടെ നിങ്ങൾ പാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാഹനം നിങ്ങൾ ഡ്രൈവ് മോഡിലിട്ട് പാർക്ക് ചെയ്യുക. എന്നിട്ട് ഹാൻഡ് ബ്രേക്കും കൂടെ വലിച്ചു വയ്ക്കുക. ഇതാണ് ചെയ്യേണ്ടത്. ആക്ച്വലി ചെയ്യേണ്ടത് ഇതാണ്. ഈ ഡ്രൈവ് മോഡിലോട്ട് ഇടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നമ്മുടെ പ്രതലം എന്ന് പറയുന്നത് നിരപ്പായിരിക്കണം. ദീർഘകാലം നിങ്ങൾ വാഹനം ഇങ്ങനെ പാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കരുത്. കാരണം ഈ ഹാൻഡ് ബ്രേക്ക് കടിച്ച് പിടിച്ചിട്ട് വീല് ജാമായി പോകും. അതായത് നിങ്ങൾ വാഹനം എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ 3 വീല് കറങ്ങും. ബാക്കിലെ ഏതെങ്കിലും ഒരു വീല്, മിക്കവാറും ബാക്കിലെ റൈറ്റ് സൈഡിലെ വീല് സ്റ്റക്കായിരിക്കും. അപ്പോൾ അതൊരു വലിയ പ്രശ്നമായിരിക്കും. അത് സ്റ്റക്കായിരിക്കും. നിങ്ങൾ വണ്ടി എടുക്കുമ്പോഴത്തേക്കും ഒരു ബുദ്ധിമുട്ടാവും. പിന്നീട് അത് വന്ന് ബ്രേക്ക് അഴിച്ച് അത് മൊത്തം മാറ്റേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് എക്സ്പെഷ്യലി മഴക്കാലത്തൊക്കെ നമ്മൾ വാഹനം കൊണ്ടിടുമ്പോഴത്തേക്കും ഈ ജാം ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതല്ല, വണ്ടി എന്തായാലും കുറച്ച് ദിവസത്തേക്ക് പാർക്ക് ചെയ്തിടാം, നല്ല രീതിക്കൊന്ന് കുട്ടപ്പനായിട്ട് കഴുകി വൃത്തിയാക്കിയിടും. അപ്പോൾ ഈ കഴുകുമ്പോൾ ഉണ്ടാകുന്ന വെള്ളമൊക്കെ ഈ വീലിലേക്ക് പോവുകയും ജാം ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും നമ്മൾ ഒരിക്കലും നാണിക്കേണ്ട കാര്യമൊന്നുമില്ല. വാഹനം ഡ്രൈവ് മോഡിലിട്ടങ്ങ് പാർക്ക് ചെയ്യുക. എന്തെങ്കിലും ഒരു ഊട് വെക്കുക. നമ്മുടെ നാടൻ ഭാഷ പറയുമല്ലോ, കല്ലോ അല്ലെങ്കിൽ ഒരു മരത്തടിയൊക്കെ വെച്ച് നമ്മൾ ഊട് വെക്കത്തില്ലേ, അങ്ങനെ ഊട് വെച്ച് പാർക്ക് ചെയ്തിടുക. ഒരു നാണക്കേടും അതിനില്ല. കാരണം നമ്മുടെ വണ്ടി നമ്മൾ സുരക്ഷിതമായിട്ട് ഇടണം. നമുക്ക് വേറൊരു ചോയ്സ് ഇല്ല. ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ട് പോവുകയാണെങ്കിൽ അതിനൊരു പരിരക്ഷ എന്നുള്ള രീതിക്ക് ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഒരു കുഴപ്പമില്ല. ഇനി അടുത്ത കേസ്, അതായത് ദീർഘകാലം വാഹനങ്ങൾ, അതായത് 1 മാസമോ അല്ലെങ്കിൽ ഒരു 1.5 മാസമോ ഒക്കെ ഇങ്ങനെ നിർത്തിയിടുന്ന വാഹനങ്ങൾ ഹാൻഡ് ബ്രേക്ക് ഇടരുത്.
നിരപ്പായ സ്ഥലത്താണെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഇടരുത്. ഡ്രൈവിലിട്ടിട്ട് ജസ്റ്റ് ഒരു തടിക്കട്ടയോ അല്ലെങ്കിൽ ഒരു കല്ലോ വെക്കുക എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. മറ്റൊരു കാര്യം പറയാം. ഈ വാഹനം ഇപ്പോൾ ഒരു സ്ലോപ്പിലാണ്, ഒരു ഇറക്കത്തിലാണ് നിർത്തിയിട്ടത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോഴും അതിന് ഓപ്പോസിറ്റായിട്ടുള്ള ഗിയർ ഇടുക. അതായത് വണ്ടി എപ്പോഴും ഇറക്കത്തിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി ആയിരിക്കും, ഒരു ത്രസ്റ്റ് ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ റിവേഴ്സിലേക്ക് ഇടുക. വണ്ടി നിർത്തിയതിന് ശേഷം റിവേഴ്സിലേക്ക് ഇടുക. അതിനുശേഷം നിങ്ങൾ ഒരു കല്ലോ അങ്ങനെ എന്തെങ്കിലും ഒരു ഊടോ മരത്തടിയോ ഈ കാര്യങ്ങൾ വാഹനത്തിൻ്റെ ടയറിൽ വെക്കുക. അത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അത് ഉപകാരപ്രദമാണ്. ഇൻ കേസ് ഇതൊക്കെ മെക്കാനിക്കൽ ഭാഗങ്ങളാണ് വാഹനം. നമ്മൾ വിചാരിക്കുന്നത് പോലെ ചിലപ്പം ബ്രേക്ക് കറക്റ്റായിട്ട് നിൽക്കുകയോ അല്ലെങ്കിൽ ഗിയർ കറക്റ്റായിട്ട് നിൽക്കുകയോ ചെയ്യണമെന്നൊന്നും ഉറപ്പൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്കൊരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിക്ക്, നമ്മുടെ നാടൻ രീതിക്ക് നമുക്ക് ഈ കല്ലോ കാര്യങ്ങളൊക്കെ ടയറിൻ്റെ താഴത്ത് വയ്ക്കാം. അതിനൊന്നും ഒരു മോശപ്പെട്ട കാര്യമാണെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട. ഇനി ഒരു കയറ്റത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി പുറകോട്ട് വരും എന്നൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ പുറകോട്ട് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വാഹനം റിവേഴ്സ് ഗിയറിലിടരുത്, അത് ഡ്രൈവിൽ തന്നെ ഇടുക. അതിനുശേഷം ഇതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഊടോ കാര്യങ്ങൾ വെക്കുക. ഇനി അതല്ല, ടോർക്ക് കൺവെർട്ടഡ് ഓട്ടോമാറ്റിക് കാറുകളാണ്, അല്ലെങ്കിൽ DC ആണ്, അല്ലെങ്കിൽ DCT ആണ്, ഇങ്ങനെ അല്ലെങ്കിൽ CVT കാറുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പാർക്ക് മോഡ് എന്ന് പറയുന്നൊരു മോഡ് തന്നെയുണ്ട്. അപ്പോൾ അതിലിടുന്ന സമയത്ത് നമ്മൾ ഈ ഗിയറിന് അധികം ലോഡ് വരാതെ നോക്കണം. നമ്മളിപ്പോൾ ഒരു നിരപ്പായ സ്ഥലത്താണെന്നുണ്ടെങ്കിൽ വണ്ടി വന്ന് നിർത്തുന്നു, അതിനുശേഷം നമ്മൾ ന്യൂട്രലിലേക്ക് ഇടുന്നു. ന്യൂട്രലിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ഹാൻഡ് ബ്രേക്ക് വലിച്ചു വയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ പാർക്കിലേക്ക് ഇടുന്നു, വണ്ടി ഓഫാക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. അതിനകത്ത് പാർക്ക് എന്ന് പറഞ്ഞൊരു ഗിയർ തന്നെയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ സിമ്പിളായിട്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കത് ഹെൽപ്പായി എന്ന് വിശ്വസിക്കുന്നു. നല്ല നല്ല കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.